നമ്മൾ ആക്ച്വലി കൊച്ചിയിലാണുള്ളത്. നമ്മളെ മോജോ ഓട്ടോ കഫേ കൊച്ചിയിൽ ആരംഭിച്ചതിന് ശേഷമുള്ള നമ്മളെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. അത്യാവശ്യം സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, 12 മണി ആവാനാണ്. 12 മണിക്ക് ഒരു വണ്ടി അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എത്രത്തോളം കസ്റ്റമർ നമ്മളെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളും പരമാവധി ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, നല്ല വൃത്തിക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്തത്. എന്തായാലും നമ്മൾ ഈ വർക്കിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ചെറുങ്ങനൊന്ന് ചോദിച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. ചേട്ടാ, വർക്കിനെ കുറിച്ച്, നമ്മളെ മൊത്തത്തിലുള്ള ഡീലിങ്ങിനെ കുറിച്ച് കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. എന്തായാലും ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഇല്ല, നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു താറോക്സ് അല്ലെങ്കിൽ ഒരു താർ എടുക്കാന്ന് പറഞ്ഞാൽ ഒരുവിധം ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു ഡ്രീം ആയിരിക്കും. അപ്പോൾ അതിലുപരി അത് മോഡിഫൈ ചെയ്യാന്നുള്ളതാണ് അടുത്ത ഡ്രീം. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ മോജോനെ സമീപിച്ചു. ഡീലിങ്സ് ഒക്കെ പക്കയായിരുന്നു. മോർ ഓവർ അവരുടെ ഒരു നമ്മളുടെ അടുത്തൊരു ഇന്ററാക്ഷൻ, അത് എപ്പോൾ വിളിച്ചാലും നിങ്ങൾ അവൈലബിൾ ആണ്. അടിപൊളിയാണ്. 3 പേരായിരുന്നു നമ്മളെ അറ്റ് എ ടൈം കോണ്ടാക്ട് ചെയ്യാണ്ടായിരുന്നത്. അത് തന്നെ വലിയ കാര്യം. നമ്മൾ വിചാരിച്ചേക്കാളും എല്ലാം അടിപൊളിയായി. അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഈ 12 മണി ആയാലും നമ്മൾ ഹാപ്പിയാണ്. ആ വർക്കിന്റെ പെർഫെക്ഷൻ ഒന്നും പറയാനില്ല. പിന്നെ നമ്മളെ ക്യാമറക്ക് മുന്നിൽ വരൂല എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഹൈദരാബാദിൽ ഗംഭീര ക്യാമറമാൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താ ഒരു മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം, വണ്ടി ഞങ്ങൾ തരുന്നതിന് മുന്നേ ഇപ്പോൾ ഉള്ള ലുക്കിനെ കുറിച്ച് എന്താ അഭിപ്രായം? അല്ല, അതായത് നമ്മള് തൃശ്ശൂരിന്നാണ് വരണേ. അതെ അതെ, ചാലക്കുടിയാണ് കേട്ടോ അവരുടെ സ്ഥലം. ഈ ചാലക്കുടിന്ന് നമ്മള് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഇവിടെ ഉള്ള കാരണം കൊണ്ടാണ്. ഇതിന്റെ അപ്പുറത്ത് കൂടുതലൊന്നും പറയില്ല. അത്രേ ഉള്ളൂ. ഷെവാസ്, നമ്മള് കൊച്ചിയിൽ ഷോപ്പ് തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ നമ്മളെ വർക്ക് ചെയ്തതിൽ നീ സാറ്റിസ്ഫൈഡ് ആണോ? 100%. 100%. ഓക്കെ, ഇനിയും എന്തെങ്കിലുമൊക്കെ പിന്നെ ചെറിയ കമന്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം. ഓക്കെ, ചേച്ചിമാരും നല്ല ടയേർഡാണ്. 4 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഉറക്കച്ചടമാണ്, വേറെ ഒന്നല്ല അല്ലേ? ഓക്കെ, എന്തായാലും നമ്മൾ ബാക്കിയുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഹേർഡ്സ് എന്നൊരു സബ്ബൂഫർ ബ്രാൻഡ് പരിചയപ്പെടുത്തിയ സമയത്താണ് നമുക്ക് ഈ കസ്റ്റമർ സത്യം പറഞ്ഞാൽ ഈ ഒരു എൻക്വയറി ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. താറിൻ്റെ കംപ്ലീറ്റ് സൗണ്ട് അപ്ഗ്രേഡേഷൻ ആയിരുന്നു ആദ്യം തന്നെ പുള്ളി നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താറിൻ്റെ കംപ്ലീറ്റ് ഓഡിയോ സ്പീക്കർ സിസ്റ്റംസ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഹേർഡ്സിൻ്റെ സബ്ബൂഫർ, അതേപോലെ തന്നെ കോമ്പണന്റ് സ്പീക്കേഴ്സ്, അതോടൊപ്പം തന്നെ ഒരു കോയാക്സിയൽ സ്പീക്കർ അതിൻ്റെ മിഡ് ഡോറിലും കൊടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്തത്. ഇതിൽ സ്പീക്കേഴ്സ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഡാമ്പിംഗ്, അതും 2.2 mm തിക്നെസ് ഉള്ള ഡാമ്പിംഗ് ഷീറ്റും ചെയ്ത് കംപ്ലീറ്റ് സൗണ്ട് പ്രൂഫ് ആക്കി മാറ്റിയതിനു ശേഷം നമ്മൾ സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറിൽ നമ്മൾ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വർക്ക് ഇതിന്റെ സീറ്റ് കവർ ജോബായിരുന്നു. അതിൽ കംപ്ലീറ്റ് ഓൾഡ് സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പുതിയ സ്കിൻ ആഡ് ചെയ്തു. അതോടൊപ്പം തന്നെ തൈ സപ്പോർട്ടും വിങ്സും ഒക്കെ ആഡ് ചെയ്തു. പൊതുവെ താറോക്സ് ഇറങ്ങിയ സമയം തൊട്ട് തന്നെ എല്ലാവർക്കും ഉള്ള അഭിപ്രായമായിരുന്നു ഇതിന്റെ ആ ഒരു വൈറ്റ് കോമ്പിനേഷൻസ്. ഇന്റീരിയറിൽ വൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ പോർഷൻസിലുള്ളത്, റൂഫിലായാലും സീറ്റിലായാലും. അപ്പോൾ ഇതൊക്കെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം താർ ഒരു ഓഫ് റോഡ് പെർപ്പസ് വണ്ടിയാണെന്നിരിക്കെ അതൊരിക്കലും മെയിൻറ്റെയിൻ ചെയ്യൽ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു താർ റോക്സ് എടുക്കുന്ന കസ്റ്റമേഴ്സൊക്കെ നമ്മളോട് സീറ്റിൻ്റെ ഒരു അപ്ഡേഷൻ വർക്ക് പറയാറുള്ളത്, ചോദിക്കാറുള്ളത്. അതിനനുസരിച്ചാണ് നമ്മൾ വെന്റിലേറ്റഡ് സീറ്റ് ആയിട്ട് പോലും ഇതിൻ്റെ സീറ്റും ഫോമും ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത്, ഫുൾ ഫോം റിമൂവ് ചെയ്തെന്നല്ല, ആൾട്രേഷൻ ചെയ്ത് നല്ല മനോഹരമാക്കി മാറ്റിയിട്ടുള്ളത്. കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത് കണ്ട സമയത്ത്. എന്തായാലും ഇന്റീരിയറിലെ എലമെന്റ്സ് കഴിഞ്ഞാൽ നമ്മൾ ഈ താർ റോക്സിൽ ചെയ്തിട്ടുള്ളത് ഡോർ ഹിഞ്ച് സ്റ്റെപ്പ് ഒന്നാമത്തെ എലമെന്റ്, സൈഡിൽ വരുന്ന സ്പോയിലർ ലൈറ്റ്സ് രണ്ടാമത്തെ എലമെന്റ്, അതേപോലെ തന്നെ റൂഫ് LEDs അല്ലെങ്കിൽ നമ്മൾ ഹമ്മർ ലൈറ്റ് എന്നൊക്കെ പറയാം. അത് പ്രോമാൻഡ് ഒരു കിഡ്ലൻ ലൈറ്റാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. പുറകിൽ നോർമലി വരുന്ന സ്പോയിലർ ലൈറ്റ് തന്നെയാണെങ്കിൽ പോലും ഒരു അടിപൊളി റിഫ്ലക്ടർ ലൈറ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ടെയിൽ ലാമ്പൊക്കെ മാറ്റണമെന്ന് കസ്റ്റമർക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബമ്പേഴ്സ് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ നെക്സ്റ്റ് ഘട്ടത്തിൽ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് വീല് കറക്റ്റ് വണ്ടിയുടെ ബോഡി ഷേപ്പിന് വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 4 വീൽ സ്പേസസും, അതും പെൻറ്റേറിൻ്റെ 4 അലൂമിനിയം വീൽ സ്പേസസും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി അജാന ലുക്കിലേക്കാണ് വർക്ക് മൊത്തം കഴിഞ്ഞപ്പം വന്നിട്ടുള്ളത്.